ട്രാക്ടർ ലൈസൻസ് എടുത്തത് ഞാൻ കൃഷിന്റെ എഞ്ചിനീയറിംഗ് ഓഫീസ് മേലെ ചുവക്കുന്നതാണ്. അധ്വാനിക്കാൻ വേണ്ടിട്ട് മാത്രം ജനിച്ച ടീമാണ് ഇത് ഫിറമോൺ കെണിയാണ്. ഒരേക്കർക്ക് ഒന്നേ വേണം. നമ്മളെ വീടെടുത്തതും അതെ, ലോറി മേടിച്ചു, പിന്നെ കൊയ്ത്ത് വണ്ടി മേടിച്ചു, എല്ലാം കൃഷിയിൽ പിടിക്കും. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ തീരാത്തതാണ്. ആ മണ്ണിൽ പൊന്നു വിളയിച്ച ഒത്തിരി പേരുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരല്പം വ്യത്യസ്തയാണ് തളിപ്പറമ്പ് മംഗലശ്ശേരിയിലെ കാക്കാമണി വീട്ടിൽ ബിന്ദു. ആ വ്യത്യസ്തത മികച്ച കർഷകയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് വരെ അർഹയാക്കി. കാണാം കർഷക തിലകം ബിന്ദുവിന്റെ വിശേഷങ്ങൾ. എന്റെ പേര് ബിന്ദു, ഭർത്താവിന്റെ പേര് മനോഹരൻ. രണ്ട് പെൺമക്കളാണ്. മൂത്ത മോള് മൃദുല, ഒളിപ്പ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആലപ്പുഴ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോള് എഞ്ചിനീയറിംഗ് പയ്യന്നൂർ ശ്രീ നാരായണ എഞ്ചിനീയറിംഗ് കോളേജിൽ 2ാം വർഷം ട്രിപ്പിൾ പഠിക്കുന്നു. നെൽകൃഷി കുറെ ഇനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ചെയ്തത് ലാവണ്യ, പിന്നെ താഴത്തേത് ഉമ, ജ്യോതി, ശ്രേയസ്, 7-1, 7-4, പിന്നെ ചെയ്യുന്നത് പൗർണമി, ബസ്മതി. അപ്പൊ ഇത്രയും ഇനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. മറ്റ് കുറെ വെറൈറ്റി ചെയ്യാറുണ്ട്. ഇപ്പം പിന്നെ കുറച്ച് വെറൈറ്റി കുറച്ചു. എന്നുവെച്ചാല് നമ്മൾ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിപ്പോ ഒരു നെല്ല് തന്നെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലതാ. എല്ലാവർക്കും മട്ടേരിയ വേണ്ടേ. ഇതെല്ലാം ചെയ്യുന്നത് KVKയിലെ ജയരാജ് സാറിന്റെയും അവരെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയ കൃഷിയാണ്. അതുകൊണ്ട് ഇതുവരെ നഷ്ടമൊന്നും സംഭവിച്ചില്ല, വിജയം ഉണ്ടായി. ഇതിനു മുമ്പേ സാധാരണ കൃഷി ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്ന പോലെ വിത്തും വളവും എല്ലാം ഭാര്യയിടും, അങ്ങനെയാണ്. ഇപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ ഒരേക്കർക്ക് അവര് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 18-20 കിലോ വിത്തുണ്ടായാൽ ഒരേക്കർ നടാം. അതും വേണ്ടെന്നാ ഞാനിപ്പോ പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ഓരോ വള കഴിഞ്ഞതിന് ശേഷം പിന്നെ പയറ്, ഉഴുന്ന്, മമ്പയറ്, ചോര ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൃഷി ആരെന്ന് വെച്ചാല് ജയരാജ് സാറ് അവര് വിത്ത് തരും, അത് ഇടും, അതുണ്ടായി നല്ലോണം ഉൽപാദനം ഉണ്ടാക്കി അവരെന്നെ എടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ആർക്കാ കൊടുക്കാനുള്ള വിത്ത് ഉൽപാദനത്തിന് വേണ്ടിയിട്ട് അവര് തിരിച്ചങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ കിട്ടിയ അംഗീകാരം മികച്ച വനിതാ കർഷക എന്നുള്ള ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. എന്നുവെച്ചാല് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ട്രാക്ടർ ലൈസൻസ് എടുത്തത് ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് ഓഫീസ്, കൃഷിന്റെ എഞ്ചിനീയറിംഗ് ഓഫീസ് മേലെ ചുവക്കുന്നതാണ്. രാജ്മോഹൻ സാറാണ് അതിന്റെ ലൈസൻസിന്റെ എല്ലാം ആക്കി തന്നത്. പിന്നെ നല്ല സപ്പോർട്ടാണ് അവരെടുക്കുന്നത്. നല്ല എന്ന് വെച്ചാൽ കാർഷിക എന്താ പറയണ്ടേ, പണിയെടുക്കുന്നതിൽ എല്ലാവരും കൃഷി ഓഫീസർ, നമ്മൾ കിട്ടിയ കൃഷി ഓഫീസറായാലും ഇതിന് മുമ്പത്തെ കൃഷി ഓഫീസർമാരായാലും എല്ലാം നല്ല സപ്പോർട്ടാണ് എനിക്ക്. കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ വണ്ടി അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാടശേഖരങ്ങളിലേക്കും ഈ കൃഷി ഓഫീസർ മുഖാന്തരമാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് അടിക്കാൻ പോകുന്നത്. ട്രാക്ടർ ആയാലും കൊയ്ത്ത് വണ്ടി ആയാലും നടുന്നതായാലും എല്ലാം അവർ ഒരുപാട് എല്ലാ സ്ഥലത്തേക്കും, പക്ഷേ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ഇത്രയും ജില്ലകൾക്ക് ഞാൻ കൊയ്ത്തുവണ്ടിയും അത്യാവശ്യം ട്രാക്ടർ വല്ലതും എടുത്തിട്ട് പോയി ചെയ്തു കൊടുക്കാറുണ്ട്. 3 വണ്ടിയുണ്ട്. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ വണ്ടി 2 ജോണ്ടിയർ വണ്ടിയും ബാങ്കിൻ്റെയാണ്. മറ്റേ ചുവന്ന വണ്ടി മഹീന്ദ്രേൻ്റെത് മുള്ളൂർ പാടശേഖരം. ഇത് 3 വണ്ടിയും എടുത്തത് മുതലേ എൻ്റെ കയ്യിൽ തന്നെയാണ്, ഞാൻ തന്നെ കൈകാര്യം ചെയ്യാറും ഡ്രൈവർമാരെ ആക്കും. ബാക്കി വണ്ടിക്ക് അനുസരിച്ച് എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ തന്നെ വെക്കളി ബാങ്കിൻ്റെ ഒരു കുബോട്ട കൊയ്ത്ത് മെഷീനുണ്ട്, അതും എടുത്തത് മുതൽ തന്നെ ഞാനത് ചെയ്യുന്നു. ഇപ്പം ആ വണ്ടി പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് സർവീസ് ചെയ്തിട്ട് ബാങ്കിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. മറ്റേ ഇപ്പം ഞാനായിട്ട് സ്വന്തമായിട്ട് വാങ്ങിയത് പ്രീത്ത് വണ്ടി, ടില്ലറ്, ഗാർഡൻ ടില്ലറ്, ബ്രഷ് കട്ടറ്, നടിയിലന്ത്രം, പാറ്റുന്ന മെഷീൻ, മെതിക്കുന്ന മെഷീൻ, കൊയ്യുന്ന മെഷീൻ. ഇത് 2012-13 മികച്ച കർഷക തൊഴിലാളിക്കുള്ള ശ്രമശക്തി അവാർഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് APC വന്നിട്ട് പിന്നെ ഫീൽഡ് നോക്കുമ്പോൾ ഞാൻ ട്രാക്ടർ അടിക്കുന്നതാണ് കണ്ടേ. അപ്പോൾ അതൊരു അവരാദ്യം കണ്ടതെന്ന് വെച്ചാൽ ഞാൻ യൂണിഫോം ഇട്ടിട്ട് അടിക്കുന്നുണ്ടല്ലോ, ഒരു തലയിലും കെട്ടിയിട്ട് കണ്ടിട്ട് അത് അവരെ ഉദ്ഘാടനം പരിപാടിക്കൊന്നും ഞാൻ നോക്കാണ്ട് അന്നത്തെ വർക്ക് മൊത്തമായിട്ട് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. വിത്തിടുന്ന പരിപാടിയാണ് അത് തീർക്കുന്നുണ്ട്. അയാൾ ചോദിച്ചത് ഇതാരാന്ന് ഒരു ഇത്രയും സ്മാർട്ട്നെസ് ആയിട്ട് ചെയ്യുന്നത്. അന്നേരമാണ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻ്റായ ലതേച്ച് പറഞ്ഞത് അതൊരു വനിതയാണെന്ന്. അപ്പം അന്നാണ് സാറിനോട് പറഞ്ഞത് ഇവർ നിങ്ങൾക്ക് പൊന്നാടിയും ഇതെല്ലാം കൊടുത്തിട്ട് എന്താ കാര്യം,
ഒരു വണ്ടിയാണെങ്കിൽ അവർക്കൊരു സ്വന്തമായിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെയാണ് 20 ലക്ഷം സാറ് APC സുഭദ്രോ വിശ്വാസ് സാറ് ആടുന്ന് പ്രഖ്യാപിച്ച്. ആടുന്ന് അത് കഴിഞ്ഞ് എൻ്റെ അതേ മോഡലിൽ വിളിച്ച 5 പേർക്കും 4 ലക്ഷം രൂപ വീതം വെച്ച് കൊടുക്കേണ്ടിയിരുന്നു. ആ 4 ലക്ഷം റുപ്യക്ക് പിന്നെ ആണ് ഈ മറ്റുള്ള മെഷീനെല്ലാം വാങ്ങിയത്. നമ്മളെ ബിന്ദു ഇവര് കഷ്ടപ്പെടുന്ന നല്ലോണം അധ്വാനിക്കുന്ന ടീമാണ്. അതിലുപരിയായി ഇപ്പൊ അവര് നല്ലോണം കൃഷിയും പൂവും ഫ്ലവറിന്റെയും കക്കിരി എല്ലാ പച്ചക്കറിന്റെയും പരിപാടി തുടങ്ങിയതിനു ശേഷം അവർ ഉഷാറായി വന്നു. അധ്വാനിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ച ടീമാണ് അവർ എന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും അതിൽ അവാർഡ് കിട്ടിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താലോരിയുണ്ട്, കയ്പയുണ്ട്, കക്കിരിയുണ്ട്, വഴുതിനിയുണ്ട്, പച്ചമുളകുണ്ട്. പച്ചമുളക് 2-3 വെറൈറ്റികളുണ്ട്. പിന്നെ നരയനുണ്ട്, മത്തനുണ്ട്. പിന്നെ വഴുതിന് തന്നെ 2 ടൈപ്പ് ഉണ്ട്, വയലറ്റും പച്ചയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെണ്ടുമല്ലികയുണ്ട്. പിന്നെ ചെയ്യുന്നത് തക്കാളി, പയറ്, ചെണ്ടുമല്ലിക, പിന്നെ കൊത്തവര. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ്. വെച്ചാല് ഇത് ഉഴുന്നാണ്. ഇപ്പൊ ഈ മഴക്കാലത്ത് ഏടി ഉഴുന്നുണ്ടാവില്ല. മഴ കഴിഞ്ഞതിന് ശേഷം ഇടുന്നതാണ് ഉഴുന്ന്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഉഴുന്നിന്റെ ഇല ഇപ്പോഴത്തെ എന്താ പറയണ്ടേ, കർക്കിടക ഫെസ്റ്റില് ഒരു 500 രൂപേന്റെ ഇല മാത്രം കൊടുത്തു. 10 രൂപ വെച്ചിട്ട് കെട്ടാക്കിയിട്ട് ഇത്രയും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറിച്ചിട്ട് കറിയും വെച്ചു. ആൾക്കാരോടെല്ലാം പറിച്ചോ പറഞ്ഞിട്ട്. ഇതിന് കായുണ്ട്. മഴയില്ലെങ്കിൽ നമുക്ക് ഈ കായും കിട്ടും. ഇത് പരീക്ഷണം നോക്കി ചെയ്യുന്നു. ഇത് ഫിറമോൺ കെണിയാണ്. ഒരേക്കർക്ക് ഒന്നേ വേണ്ടു. ഇത് ഈ കായ്കളെല്ലാം കുത്തുന്ന കായ്ച്ചാന്ന് പറയും. അപ്പൊ ഇത് ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സാധനം ഇതിന്റെ മണം ആകർഷിച്ചിട്ട് ഈ ഇതിലേക്കൂടി, ഈ ഓൾസിലേക്കൂടിയാണ് ഇതിലേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ ഇതെല്ലാം മൊത്തം ഇതിൽ വന്ന് വീഴും, എല്ലാം ചാവും. ഇതിനെ ആകർഷിക്കുന്നതുകൊണ്ട് വേഗം മറ്റേ ചെടി ഇതൊന്നും കായ്കളൊന്നും കൊത്താണ്ട് ഇതിലേക്ക് വന്ന് വീഴും. ഈ അവാർഡ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഭർത്താവ് തന്നെയാണ്. എന്നുവെച്ചാൽ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇവിടെ കൂടെ തന്നെ നിന്നിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് താല്പര്യമുണ്ട്. ഇവിടെ കൂടെ ഞാൻ മുമ്പേ ബിൽഡിംഗ് തൊഴിലാളിയായിരുന്നു. ഇത് കൃഷി കണ്ട് കൃഷിയിൽ ഇതായത് കൊണ്ട് ഇവിടെ കൂടെ കൂടി. അതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഈ കൃഷി തന്നെ മെയിനായിട്ടുള്ള എല്ലാ ഇതും തരുന്നതും കൃഷിയാണ്. നമ്മൾ വീടെടുത്തതും അതെ, ലോറി മേടിച്ചും പിന്നെ കൊയ്ത്ത് വണ്ടി മേടിച്ചും എല്ലാം കൃഷിയിൽ കൂടുക. ഇതെല്ലാം വാടിയത് കൊണ്ടാണ് ഈടില്ല നാട്ടുകാരൊന്നും ആരും ഈ പൂക്കൃഷി ചെയ്യാത്തത്. വെച്ചാല് എല്ലായി മൊട്ട് വരുമ്പോന്ന് വാടിപ്പോന്ന്. അപ്പൊ ഇനി ഇതിനൊന്നും, ഇതൊരു ബാക്ടീരിയ രോഗ, അപ്പൊ ഇതിനൊന്നും ഒരു പ്രതിവിധിയുമില്ല. പൂക്കൃഷി ഏറ്റവും നല്ല ലാഭമുള്ള കാര്യം തന്നെ. പക്ഷെ ഈ ഒറ്റൊരു കാരണം കൊണ്ടാണ് എല്ലാരും പിന്നോട്ടടിക്കുന്നത്. നല്ലോണം വേഗം ആവുന്ന കാര്യമാണ്. പൂ ഉണ്ടായിക്കഴിഞ്ഞാല് നല്ല വില. ഇതിന്റെ ഇടക്ക് ഇപ്പൊ നമ്മള് നശിച്ചു, ഇത് ഓരോന്നും ചീച്ചൽ വരുന്നതും ഇത് കൊണ്ടാണ് പറങ്കി തൈ വെച്ചു കൊടുത്തത്. ഇതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞു ഈ മാസം കഴിഞ്ഞപാടാകുമ്പോഴത്തേക്ക് പൂ കഴിഞ്ഞപാട് പറങ്കി ഉഷാറാവും. ഇതിന്റെ വളങ്ങളെല്ലാം വെച്ചെടുത്ത് പറങ്കി ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ ഇഞ്ചിയാണ്, രജത എന്ന് പറയുന്ന പുതിയ വെറൈറ്റീനാ. അത് ഒരാൾക്കാർക്കും കൊടുക്കാണ്ട് എനിക്ക് തന്നെ തന്നതാണ്. പുതിയ വെറൈറ്റിയാണ്. കെവിക്കേന്റെ വിത്ത് തന്നതാണ്. ഇതൊരു പാടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എല്ലാം ഇനി ചീച്ചൽ രോഗം വന്നു. എന്നിട്ടും ബാക്കിയുണ്ട്. സാറ് വന്ന് കെവിക്കയിലെ സാറ് ജയരാജ് സാറ് എന്നും ഡെയിലി അധികം നനഞ്ഞ വന്നിട്ട് നോക്കി ഇതെല്ലാം പറഞ്ഞ് ഇതിന് മരുന്ന് സൊല്യൂഷൻ എല്ലാം പറഞ്ഞു തരുന്ന് എല്ലാം ചെയ്തിട്ടാണ് ഇത്രപ്പോരെങ്കിൽ ഇപ്പം ബാക്കിയായത്. ഇത് വരത 2 വെറൈറ്റീനം, അതും അവരെ തന്നെ. അപ്പൊ ഇത്രയും നല്ല ഇതില് ഈ ഒരു ടൈപ്പിലാക്കി എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതും അവരെന്നെ. അതേമാതിരി തന്നെ ഇതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളില്ലാണ്ടും അവർ വന്ന് നോക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ചെയ്തു കൊടുത്ത് നമ്മൾക്ക് അവർ ചെയ്തു കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം എന്നും എല്ലാവരും എന്താ പറയണ്ടേ, കൃഷി ചെയ്ത് നല്ലൊരു വരുമാനം, നമ്മളെ മാതിരി വരുമാനം ഉണ്ടാക്കട്ടെ എന്നും അവർക്ക് എല്ലാവർക്കും എല്ലാവരും ചെയ്തു കൊടുക്കുന്നതിൽ എനിക്ക് നല്ലൊരു അഭിമാനമേ ഉള്ളൂ. പിന്നെ നമ്മള് ഫീൽഡിൽ ഇല്ലെങ്കിലും ഈ ഫീൽഡ് വന്നു നോക്കാൻ നമ്മളെ കൃഷി ഓഫീസറും അസിസ്റ്റന്റും എന്നും വന്നു നോക്കും. അതിന് എന്താ രോഗങ്ങൾ എന്താന്ന് വെച്ചാൽ അത് നോക്കി പറഞ്ഞ് അതിന് ഇന്ന മരുന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്തോളണം, അത് ഇന്ന പോലെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിയും അവർക്കാണ്
താല്പര്യം. അത്രയും ഇതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃഷി സംബന്ധമായ എന്ത് കാര്യങ്ങളും ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനും ആർക്ക് ചെയ്തു കൊടുക്കാനും നമുക്ക് താല്പര്യമേ ഉള്ളൂ. നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്നത് പരമാവധി എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയും ചെയ്യും. എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്.